സംഭവം നമ്മളിപ്പോൾ മുനിയറ ഗുഹയ്ക്ക് ഉള്ളിലാട്ടോ. ഇതാണ് മുനിയറ ഗുഹ. ഇതാണോ? ഹലോ, നമസ്കാരം. ക്രാഫ്റ്റ് ഫ്രണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം മുനിയറ കേവാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നടപ്പ് തന്നെ കേട്ടോ മുനിയറ കേവ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇലവീഴാപ്പൂഞ്ചിറ കണ്ടു, അതിൻ്റെ ടോപ്പ് സ്റ്റേഷൻ കണ്ടു. അതിന് താഴെ ഇങ്ങനെ പോരുമ്പോൾ തന്നെ കുറച്ചുള്ളൂ വരാനായിട്ട്. അപ്പോൾ വരുന്ന ഭാഗത്താണ് മുനിയറ കേവ്. ഓഫ് റോഡ് വണ്ടിയാണ് പോകുള്ളൂ. സംഗതി നടക്കേണ്ടി വരും. അപ്പോൾ വഴിയൊക്കെ അടിപൊളി വഴിയാണ്. അപ്പോൾ നടന്ന് അവിടെ ചെന്നിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. ഓക്കെ, കാണാം നേരെ കാഴ്ചകളൊക്കെ. പൊന്നു പിള്ളേരെ നടന്നു മടുത്ത്. അവിടെ ട്രക്കിങ്ങിൻ്റെ ജീപ്പ് വന്നുണ്ടോ? എന്നാലേ മുതലാവുള്ളൂ കേട്ടോ. നടന്നു പോരാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും ഒത്തിരി നടക്കാനുണ്ട്. പിന്നെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നടക്കുമല്ലേ, ആരോഗ്യത്തിന് നല്ല വലിച്ചു വിട്ടിങ്ങ് പോകണം, ഒന്നും നോക്കാനില്ല. അപ്പോൾ ഇത് എവിടെ സ്ഥലം തരാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പം ഞായറാഴ്ച പോലും അധികം ആളില്ല കേട്ടോ ഇവിടെ. കാരണം വെച്ചാൽ ഇത്ര നടക്കാൻ ദൂരമുള്ള കാരണമായിരിക്കും പലരും കാറ് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നിട്ട് ചോദിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് കാണണം. പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിയ കാഴ്ചകളല്ലേ. നമ്മൾ ഈ വീടിൻ്റെ അകത്തിരുന്ന് മൊബൈലും കുത്തിയിരുന്നുകൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യം പോവും. അപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ ഇങ്ങനെ ട്രക്കിങ്ങോ പിന്നെ നടപ്പോ കാര്യങ്ങൾ കാണാനൊക്കെ വന്നതിൽ കുറച്ചും കൂടെ ആരോഗ്യം കൂടെ ആവും. ഒരു വിഷയമല്ല. പൂഞ്ചിറയുടെ നേരെ താഴെ ഭാഗത്താണ് ഈ ഒരു കേവ് ഉള്ളത് കേട്ടോ. അപ്പം അങ്ങോട്ട് പോകാനായിട്ട് നമ്മൾ ഇവിടെ താഴെ ഇറങ്ങി വന്ന് ഇലവീഴാപ്പൂഞ്ചിറ ഒരു തടാകം കണ്ടിട്ട് അതിന് താഴെ വരണം. അപ്പോൾ ആ ഭാഗത്താണ് ഈ സംഭവം. നല്ലോണം നടക്കണ്ട കേട്ടോ. കല്ല് കേട്ടോ, വണ്ടി പോയിട്ട് ഇങ്ങനെ ഒരു ചെറിയ വലിയ കല്ലാന്ന് തോന്നണം. അപ്പോൾ അതെല്ലാം ചെറിയ കല്ലായി മാറി. നല്ല നടപ്പുണ്ട്. എന്തായാലും ഒന്ന് മേളിൽ കയറി നോക്കാം. അപ്പോൾ വരുന്നവർ പ്രത്യേക ശ്രദ്ധിക്കുന്നത് വെച്ചാൽ കുപ്പിയിൽ വെള്ളം കൊണ്ടാണ്. കാരണം വെച്ചാൽ അവിടെ നമ്മളാ കാണാൻ പോകുന്ന വ്യൂ പോയിന്റിലൊന്നും കുടിവെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളത് കൊണ്ടുപോകണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളാ മുനിയറ കേവ് കാണാൻ വേണ്ടി പോവാട്ടോ. അയ്യോ, എല്ലായിടത്തും ഇതുപോലെ വഴിയാണേ. അയ്യോ, അങ്ങോട്ട് നോക്കേ, എന്താകുമോ, നല്ല ദൂരമാണ് നടക്കാനായിട്ട്. റോഡാണെങ്കിൽ റോഡെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ചെറിയൊരു വഴി, മൊത്തം ഉരുളങ്കല്ലും. എന്തായാലും നമുക്ക് പോയി നോക്കാം. നല്ല ദൂരമുണ്ട് അവിടെ നടക്കാനായിട്ട്. അപ്പോൾ എന്താ പറയുക വെച്ചാൽ നമ്മൾ ഓഫീസ് ഡ്യൂട്ടിയൊക്കെ എടുത്ത് ചിലർ നടക്കാൻ ഇപ്പോൾ പോകാറുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഞായറാഴ്ചകളിൽ ഇതുപോലെ ഈ പ്രകൃതിയുടെ ഭംഗിയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ നടന്ന് വരുവാണെങ്കിൽ ഉണ്ടല്ലോ, കായികമായ ആരോഗ്യം കൂടെ നമുക്ക് കൂടും. സ്വാഭാവികമായിട്ടും അതേ വരും. നല്ലോണം വേർക്കും. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, നമുക്ക് റെസ്റ്റ് എടുക്കാം. പിന്നെ എന്താ പറയുക, പ്രകൃതിയുടെ ഒരു ഭംഗി കാണാം. പിന്നെ ഒരു ഇതുണ്ടല്ലേ, ചെറിയ ചീവീട് അങ്ങനെ സാധനങ്ങളുടെ ചില കരച്ചിലുകൾ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. നിങ്ങളും ഇതേപോലെ അടിപൊളിയായിട്ട് ചെയ്യുക, നല്ല രസമായിരിക്കും എന്തായാലും. അപ്പോൾ നമ്മൾ മുനിയറയിൽ എത്തിയിരിക്കുക കേട്ടോ. ഈ കാണുന്ന ഒരു സ്ഥലമാണ് മുനിയറ. ഒരു ഈറ്റ കൊണ്ടൊരു കാട് പോലെ ഇവിടെ ഉണ്ട്, ഈറ്റക്കാടുണ്ട്. അപ്പോൾ അതാണ് മുനിയറ. അപ്പോൾ അവിടെ ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട്, മുനിയറ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുനിയറയിലേക്ക് കയറി നോക്കാം. ഓക്കെ, സംഗതി ഇവിടെ ആരും കാണാനില്ല. നമ്മൾ പതിയെ മുനിയറ ഗുഹയുടെ കാഴ്ചകളിലേക്ക് ഒന്ന് പോയി നോക്കാം.
ആരെ കാണുന്നില്ല കേട്ടോ അവിടെ. നല്ല കാറ്റുണ്ട്. താഴോട്ട് പോകണമായിരിക്കും. മുനിമല ഗുഹ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും താഴോട്ട്. നടന്ന് പോകണം കേട്ടോ. ശ്രദ്ധിച്ച് തന്നെ പോകണം കേട്ടോ. ഉരുളൻപാറയാണ്. അങ്ങനെ മലയാറ്റൂരൊക്കെ കയറുമ്പോൾ കുറേ കല്ലുകളില്ലേ, അതുപോലെ സ്ഥലം. പക്ഷെ ഞാനിപ്പോൾ വിടാനും കാണുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഈ റിസോർട്ടിൽ നിന്ന് ട്രക്കിങ്ങിന് കൊണ്ടുപോയിട്ട് അവർ ഒരുമിച്ചാണ് ഇവിടെ വരുന്നതെന്ന് തോന്നുന്നു. മരമൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് കിടപ്പുണ്ട്. ചിലപ്പോൾ ഇത് വെള്ളം വരുന്ന വഴിയാന്ന് തോന്നുന്നു കേട്ടോ. കല്ലിൻ്റെ ഒരു ഷേപ്പ് കണ്ടിട്ടേ വെള്ളം വരുന്നൊരു വഴിയാന്ന് തോന്നുന്നു. ഇത് വഴി ഉണ്ടോ? ഏതാണ് മുനിയറ ഗുഹ എന്നുള്ളതാണ് ഇപ്പോൾ. ഇതാണ് കേട്ടോ, ഇതാണ് സംഭവം. കൊണ്ട് ഇതാണ് മുനിയറ ഗുഹ. ഇതാണ് മുനിയറ ഗുഹ. ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതിൽ. ഇത് വഴിയുണ്ട് കേട്ടോ അങ്ങോട്ട്. കണ്ടോ, ഇതൊരു വലിയ വഴിയാണ്. ടോർച്ചൊക്കെ വേണം ശരിക്കും വരാനായിട്ട്. നല്ല നനവുണ്ട് ഇവിടെ. കണ്ട ചെറിയ നനവുണ്ട് ഇവിടെ. വെള്ളത്തിൻ്റെ അംശം എൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. കറക്റ്റാണിത്, സംഭവം കറക്റ്റാണ്. അറ്റം കാണാൻ പാടില്ല, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വെള്ളം കണ്ടോ, വെള്ളമാണ് അവിടെ. ഒരു വവ്വാലൊക്കെ ഉണ്ട് അവിടെ. വവ്വാലുണ്ട് അവിടെ. അവിടെ വവ്വാല് കറങ്ങി കിടപ്പുണ്ട് തൊഴി. ഇത് വെള്ളം കേട്ടോ. നമ്മൾ അവിടെ ഇരിക്കണം. നല്ല തണുപ്പ് പ്രദേശമാണ് അവിടെ. പണ്ടിവിടെ ഗുഹ കുത്തിയിട്ടായിരിക്കാം അവിടെ മുനിയറയിൽ ഇങ്ങനെ താമസിച്ചിരുന്നത് കേട്ടോ. കുത്തിയ പാടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാലും ഇത് പണ്ടത്തെ കാലത്ത് നിർമ്മിച്ചതിന് ശേഷം ഇവർ ഇങ്ങനെ താമസിച്ചിട്ടുണ്ടാവണം. പക്ഷെ ഇതിൻ്റെ വെള്ളമുണ്ട്. വെള്ളത്തോട് കൂടിയിട്ടൊരു ഗുഹയാണ്. കണ്ടാ, മൊത്തം വെള്ളമാണ് അവിടെ. എന്തായാലും നല്ലൊരു കാഴ്ച കേട്ടോ സംഭവം. അവിടം വരെ ഉള്ളൂ. അതിൻ്റെ എൻ്റെ അത്ര കാണുന്നില്ല. അവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ തന്നെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. വവ്വാലുണ്ട് അതിൻ്റെ അകത്ത്. കാണാം, ഇതാണ് മുനിയറ ഗുഹയുടെ ഉള്ളു കേട്ടോ. നല്ല തണുത്ത പ്രതലാണ്. പണ്ട് കാലത്ത് ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ മൊത്തം വെള്ളം കണ്ടില്ലേ. പണ്ട് കാലത്ത് നിർമ്മിച്ചാണ് ഇതൊക്കെ. എന്തായാലും കൊള്ളാം. അതിനൊന്നും കാണാനില്ല. നോക്കാം എന്തായാലും. വെള്ളത്തുള്ളികളുണ്ട് അവിടെ. ഗുഹയുടെ പുറത്തോട്ട് പോകണ വഴിയാണ്. എൻ്റെ പൊന്നു, പേടിക്കണ്ട. ഗുഹ കാണാൻ കയറിയ പിന്നെ നടന്ന ഇടപാടായില്ലേ. അപ്പോൾ വേറൊരു യൂട്യൂബ് ഫ്രണ്ട്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ. അപ്പോൾ അവർ യൂട്യൂബ് എടുക്കാവുന്നതാണ്. ഇത് ആവറേജ് മെൻ അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബ്രോയും കൂട്ടംഗങ്ങൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. സ്പേസ് ഇല്ല അതല്ലേ? ഓക്കെ. എൻ്റെ ട്രാവൽ ഫ്രണ്ട് കേട്ടോ. ശരി, ഓക്കെ. കയറും. നല്ല രസമുണ്ട്. എന്നാലും അകധികം കാണാനില്ല, എന്നാലും ഒരു പ്രത്യേക വൈബ് തന്നെ. ഓക്കെ ബൈ. ഈ കാണുന്ന കേട്ടോ മുനിയറ ഗുഹ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് ചെറിയൊരു എൻട്രി ഉള്ളൂ. പിന്നെ എന്ന്
വെച്ചാൽ അകത്തോട്ട് അധികം കയറി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം അപ്പോൾ ഈ വേനൽക്കാലത്ത് വന്നിട്ട് വേണം വെള്ളം നല്ലോണം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അങ്ങനെ കയറാൻ സാധിക്കില്ല. ജസ്റ്റ് ഇവിടെ കുറച്ച് കയറി കുറച്ച് നമുക്ക് കുറച്ചൊക്കെ കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറാൻ പറ്റുന്നില്ല. ഇവിടെ വെള്ളം നല്ലോണം ഉണ്ട്. പിന്നെ വെച്ചാൽ ഇവിടെ നല്ല കാലാവസ്ഥയാണ്. കാരണം വെച്ചാൽ ഈറ്റയൊക്കെയാണ് ഫുള്ള് കണ്ടോ മുകളിലൊക്കെ. അപ്പോൾ അത് കാരണം നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. ആ മലയുടെ താഴ്വാര കാരണം നല്ല കാറ്റുണ്ട്. അപ്പോൾ കുറച്ചേരം നല്ല സ്പെൻഡ് ഇവിടെ ഇരിക്കാൻ സാധിക്കും. അതാണ് നമ്മളിപ്പോൾ കയറട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് വെള്ളം ഇങ്ങനെ വരുന്ന ഭാഗമെന്ന് തോന്നുന്നു. കാരണം നല്ലോണം കല്ലുകളൊക്കെ ഇങ്ങനെ ഉരുണ്ടുകൂടി ഇരിപ്പുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇടയ്ക്കൊന്ന് വരിക, നോക്കാം. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ നമ്മൾ എത്തിച്ചേരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം. ഓക്കേ. അപ്പോൾ ഇതുണ്ടോ, നടന്ന് നമ്മൾ റോഡിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. നല്ലവണ്ണം ദൂരമുണ്ട് നടക്കാനായിട്ട്. കുപ്പിവെള്ളമായിട്ട് പോണേ. നല്ലവണ്ണം ക്ഷീണിക്കും നമ്മളവിടെ ചെല്ലുമ്പോൾ.